എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon എന്ന കമ്പനിയുടെ ന്യൂ മോഡൽ 6 കളർ ഇങ്ക് ടാങ്ക് പ്രിന്ററായ Canon PIXMA G570 എന്ന പ്രിന്ററിൽ എങ്ങനെ ഹെഡ് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഹെഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹെഡ് റീപ്ലേസ്മെൻറ്റ് നിങ്ങൾ ഓതറൈസ്ഡ് കനോണിൻ്റെ ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. നിങ്ങൾ സ്വയം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ അത് വലിയ കോസ്റ്റ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. രണ്ട് ഹെഡാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരിക. ലെഫ്റ്റ് റൈറ്റ് എന്ന രണ്ട് മോഡൽ കണ്ടില്ല. നമ്മൾ കാരേജിലും അതേപോലെ RL എന്ന് എഴുതിയിട്ട് ഇരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഹെഡ്മ കണ്ടില്ല, R എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഹെഡ്മ L എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പം ഇത് വെക്കുന്ന സമയത്തും അതിൻ്റേതായ മെൻഷൻ ചെയ്ത സ്ലോട്ടിലോട്ട് തന്നെ മാത്രമേ വെക്കാൻ പാടുള്ളൂ, മാറി വെക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. കണ്ടില്ലേ, വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. അവിടെ എഴുതിയിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്, LR എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം R എന്നുള്ള ഹെഡ് ഇതിലേക്ക് വെക്കാം. അതിൻ്റെ പാക്കിങ് ഞാൻ റിമൂവ് ചെയ്തു. രണ്ട് സ്റ്റിക്കർ കാണാൻ കഴിയും, കണ്ടില്ല, ഓറഞ്ച് കളറുള്ള ഈ രണ്ട് സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. ഞാൻ ആ രണ്ട് സ്റ്റിക്കർ റിമൂവ് ചെയ്തു. എന്നിട്ട് പതുക്കെ ആ സെൻസറുമിൽ, ഒരു ഫ്രണ്ടിൽ കാണുന്ന സെൻസറുമിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. പതുക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഹെഡ് ഞാൻ ഇതേപോലെ എടുത്തു. അതിൻ്റെ പാക്ക് ഒഴിവാക്കി ആ രണ്ട് സ്റ്റിക്കർ ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്യണം, നേരത്തെ റിമൂവ് ചെയ്ത പോലെ. അപ്പോൾ അത് രണ്ടും ഞാൻ റിമൂവ് ചെയ്തു, കണ്ടില്ലേ. ഓക്കെ, ഇനി പതുക്കെ ഇതിലോട്ട് വെക്കുക. ഇത് പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് ട്യൂബിലൊന്നും ഇങ്ക് ഇല്ലാത്തത്. കറക്റ്റായി ഹെഡ് വെച്ചതിന് ശേഷം അതേപോലെ കാരേജ് ഡോർ ഇതേപോലെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ട് ബ്ലൂ കളർ അതും ലോക്ക് ചെയ്യണം, മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.